ഇപ്പോൾ 31-ാം തീയതി നടക്കുന്ന മഹാറാലി എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിഷേധ റാലി തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും. അവിടെ ഡൽഹി എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിക്ക് വലിയ ജനപിന്തുണയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണല്ലോ വലിയ ഭൂരിപക്ഷത്തിൽ അവർ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പിന്നെ ഞാൻ കരുതുന്നില്ല ഈ 28-ാം തീയതി വളരെ നിർണായകമാണ്. 28-ാം തീയതി വരെയാണ് കെജ്രിവാളിൻ്റെ റിമാൻഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ബെയിൽ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസുകളിൽ ബെയിൽ കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ ടഫ് ടാസ്ക്കാണ്. കാരണം ഒന്നാമത് പ്രൈമ ഫേസിയിൽ നമ്മൾ തന്നെ നിരപരാധിയാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം, കോടതിക്ക് ബോധ്യപ്പെടണം. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ 28-ാം തീയതി റിമാൻഡ് കഴിഞ്ഞ് ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് ഇതുവരെ നാം കണ്ട അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കത്തില്ല. അത്ര ശക്തനായിരിക്കും അദ്ദേഹം. അപ്പം അങ്ങനൊരു സാഹചര്യമൊന്നും കേന്ദ്ര സർക്കാർ ഒരുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊക്കെ കണക്കുകൂട്ടി തന്നെയായിരിക്കും ഈ അറസ്റ്റ് നടത്തിയിട്ടുണ്ടാകുക. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നൊക്കെ ഉള്ളത് ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ വിഷയമായി ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയം വരികയും ചെയ്യും. എന്നാൽ ഈ വിഷയങ്ങളിലൊക്കെ ഒരു പൗരസമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എത്രത്തോളം ബോധവാന്മാരാണ്, നമ്മൾ എത്ര ഗൗരവത്തോടെ ഈ വിഷയങ്ങളെ കാണുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ. നോക്കൂ, 8 ദിവസം മുമ്പ് മാർച്ച് 16-ാം തീയതി, അതായത് ഈ മാസം 16-ാം തീയതി 8 ദിവസം മുമ്പ് സുപ്രീം കോടതിയിൽ ഒരു വലിയ കേസിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ വന്നിരുന്നു. ആ കേസ് എന്ന് പറയുന്നത് ഭീമ കൊറഗാവ് കേസാണ്. ആ ഭീമ കൊറഗാവ് കേസിൽ ഷോമാ സെൻ എന്ന് പറയുന്ന നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു അധ്യാപിക അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. 2018-ലാണ് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. 65 വയസ്സുണ്ട് ആ സ്ത്രീക്ക്. അവരുടെ കേസാണ്, അവരുടെ ഒരു ബെയിൽ ആപ്ലിക്കേഷനാണ് സുപ്രീം കോടതിയിൽ വന്നത്. ആ കേസ്, ആ ബെയിൽ ആപ്ലിക്കേഷനെ NIA എതിർത്തില്ല. അത്ഭുതകരമാണ്, NIA എതിർത്തില്ല. അതുകൊണ്ട് അവർക്ക് ആ ബെയിൽ കിട്ടുകയാണ് ചെയ്തത്. നോക്കൂ, 2018 ജൂണിലാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അവർക്ക് ആർത്രൈറ്റിസിൻ്റെ രോഗമുണ്ടായിരുന്നു, അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അവർ പലതവണ ട്രയൽ കോർട്ട് മുതൽ സുപ്രീം കോടതി വരെ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഡിസംബർ 23-ാം തീയതി ഇവരുടെ ജാമ്യാപേക്ഷ വന്നിരുന്നു, കഴിഞ്ഞ വർഷം 3 മാസം മുമ്പ്. അപ്പോഴും NIA അതിനെ ശക്തമായി എതിർത്തിരുന്നു. ഇപ്പോൾ NIAയുടെ അഡ്വക്കേറ്റ് പറഞ്ഞതെന്നറിയാം സുപ്രീം കോടതിയുടെ കാര്യത്തിനകത്ത്, ഇനി ഇവരെ കസ്റ്റഡിയിൽ ഇരിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഒരു കേസിൽ 6 വർഷം ഒരു സ്ത്രീയെ, സോളിറ്ററി കൺഫൈൻമെൻ്റ് ആകട്ടോ, ഏകാന്ത തടവാണ്. നമുക്കറിയാലോ, ആ കേസിൽ 2021 സ്റ്റാൻ സ്വാമി മരിച്ചു, 84 വയസ്സായിരുന്നു. അങ്ങനെ എത്ര പേര് അവിടെ കിടന്നു. എന്നിട്ട് ഈ ബെയിൽ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. ആരെങ്കിലും അത് ചർച്ച ചെയ്തോ? ഒരു ചർച്ചയും നമ്മുടെ രാജ്യത്ത് നടന്നിട്ടില്ല. ഒരു ഏജൻസി പിടിച്ചുകൊണ്ട് പോയി 6 വർഷം ഒരാളെ ജയിലിലിട്ടിട്ട് ഒരു ചർച്ചയും ഉണ്ടാകുന്നില്ല. ഈ മനീഷ് സിസോദിയ 1 വർഷം കഴിഞ്ഞു കേട്ടോ, ഈ കേസിൽ തന്നെ 14 മാസമായി കിടക്കുകയാണ്. ഇനിയിപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിധി എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇന്ത്യയുടെ സാഹചര്യം എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നാണ്. ഫ്രീസ് ചെയ്തിരിക്കുകയല്ല കേട്ടോ, ഇറ്റ്സ് ടേക്കൺ അവേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? IT-യുടെ ഉദ്യോഗസ്ഥർ ഓരോ ബാങ്കിലും ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ അക്കൗണ്ടിലെ പൈസയൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പൈസ മാറ്റിയിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ഫ്രോസൺ, ഇറ്റ്സ് ടേക്കൺ അവേ. നമ്മളതിനെ വളരെ ലളിതമായി കാണരുത്. നമുക്കിപ്പം എന്താ പറയുക, ഇത് ഈ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ ഈ പറയുന്ന അക്കൗണ്ടുകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു സാധാരണ വ്യക്തിക്കും നാളെ ഇത് സംഭവിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കാം. എന്താ കേസ് എന്ന് പറയുന്നത്? ഞാൻ 1998 ഡൽഹിയിലെത്തുമ്പോൾ ഞാൻ ആദ്യം റിപ്പോർട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി എന്നുള്ളതാണ്. അന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാരാണെന്നറിയോ? സീതാറാം കേസരി ഒരു പപ്പറ്റ് പ്രസിഡന്റ് ആയിരുന്നു. എങ്ങനെയാണ് സീതാറാം കേസരി പ്രസിഡന്റ് ആകുന്നത്? നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നരസിംഹറാവു തന്നെയായിരുന്നു പാർട്ടി അധ്യക്ഷൻ. അന്ന് പാർട്ടിയിൽ ഒരു വലിയ കലാപം ഉണ്ടായി. എന്താണ് 1 man 1 post എന്ന് പറഞ്ഞിട്ട് വലിയ കലാപം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? നരസിംഹറാവു അന്ന് ട്രഷററായിരുന്ന സീതാറാം കേസരി എടുത്ത് പ്രസിഡന്റാക്കി വെച്ചു. എന്നാൽ വെച്ചാൽ ഒരു പപ്പറ്റ് പ്രസിഡന്റ് റാവു എന്ന് പറയുന്നു, അത് നടപ്പാക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടാണ് സോണിയാഗാന്ധി പിന്നീട് കോൺഗ്രസിൻ്റെ അധ്യക്ഷയാവുന്നത്. ഞാൻ പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. 26-27 വർഷങ്ങൾക്ക് മുമ്പ് കേസരി ട്രഷറായിരിക്കുമ്പോൾ ഒരു കേസെടുത്തുകൊണ്ട് വന്നിട്ട് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ഒരു പാർട്ടി മത്സരിക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന സമയത്താണ് ഈ പൈസ എടുത്തുകൊണ്ട് പോകുന്നു. എക്സ്റ്റോർഷനിസമാണ് ഈ നടന്നിരിക്കുന്നത്, അല്ലാതെ വെറുതെ അങ്ങ് ഫ്രീസ് ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ആരും ഇരിക്കണ്ട. നാളെ ഇതൊക്കെ നമുക്കും സംഭവിക്കാം എന്നുള്ളതാണ്. അതിനോട് ഒട്ടും തന്നെ ഗൗരവമില്ലാതെ പോകുന്നു നമ്മുടെ സമൂഹത്തിന് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇനി അതിൻ്റെ ഗ്രാൻഡ് പ്ലോട്ട് കൂടി ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കാം. നോക്കൂ, കഴിഞ്ഞ 3-4 വർഷത്തിനകത്ത് ഇന്ത്യയിൽ വളർച്ച കാണിച്ച ഏക പാർട്ടിയായിട്ടോ ആം ആദ്മി പാർട്ടി. ഏക പാർട്ടിയാണ്. 2020 അവർ 62 സീറ്റിൽ വിജയിക്കുന്നു, 8 സീറ്റ് BJPക്ക്, ആകെ 70 സീറ്റേ ഉള്ളൂ. 2015 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ 3-4 സീറ്റ് കുറഞ്ഞു എന്ന് പറയാം. അപ്പോഴും 2019 ഈ പറയുന്ന നരേന്ദ്രമോദി പുൽവാമ ബാലാക്കോട്ട് വേവിന് ശേഷം ഏതാണ്ട് 3% വോട്ട് അവർ ഉയർത്തിയിരിക്കുകയാണ്. അവിടെ നിന്നില്ലല്ലോ ആം ആദ്മി പാർട്ടിയുടെ വളർച്ച. അവരത് കഴിഞ്ഞിട്ട് പഞ്ചാബിൽ വിജയിച്ചില്ലേ? അത് കഴിഞ്ഞിട്ട് അവർ ഗോവയിൽ അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? ആം ആദ്മി പാർട്ടിക്ക് ഗുജറാത്തിൽ 5 MLA
ഉണ്ട്. 2022 നടന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 MLA-മാരാണ് ആം ആദ്മി പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞതെന്ന് മാത്രമല്ല 13% വോട്ടുണ്ട്. അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ട് വരാൻ പോകുന്ന ആം ആദ്മി പാർട്ടിയാണ്. ഗുജറാത്താണ് ഈ ആദ്യത്തെ ഇന്ത്യയിലെ ഹിന്ദു സ്റ്റേറ്റ്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 26 സീറ്റും നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചതാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. അവിടെ ഒരു എതിർ ശബ്ദവും അവർ ആഗ്രഹിക്കുന്നില്ല, അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് BJP-യെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ പൊട്ടൻഷ്യൽ ത്രെട്ടിനെ അന്നിഹിലേറ്റ് ചെയ്യുക എന്നൊരു പൊളിറ്റിക്കൽ അജണ്ട ഇതിനകത്തുണ്ട്. ഏറ്റവും അവസാനം നടന്നത് ഗാന്ധിനഗറിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്. 44 സീറ്റ് അവിടെയുള്ളത്. 47 സീറ്റുണ്ട്. 44 സീറ്റ് BJP പിടിച്ചു, 2 സീറ്റ് കോൺഗ്രസിന്, 1 സീറ്റ് ആം ആദ്മി പാർട്ടിക്ക്. അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി ഇന്ന് മത്സരിക്കാൻ പോകുന്ന സീറ്റ് തീരുമാനമായി. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു വലിയ ത്രെട്ടായിട്ട് അത് വരികയാണ്. അപ്പം ഈ സൂപ്പർ പവറുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ മറ്റന്നാൾ നടക്കാനിരിക്കുന്ന പ്രശ്നത്തെ ഇന്നില്ലാതാക്കും. ഇന്ന് ഫൈറ്റ് ചെയ്യും. മറ്റന്നാളാണ് അത് വരാൻ പോകുന്നത്, പക്ഷേ ഇന്ന് ഫൈറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളാണ്. നിങ്ങളിപ്പോൾ നോക്കിയോ, അതിഷി മർലേന കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന കെജ്രിവാൾ ഈസ് നോട്ട് എൻ ഇൻഡിവിജ്വൽ, ഹീസ് ആൻ ഐഡിയോളജി എന്ന് പറയുന്നുണ്ട്. അയാളൊരു വ്യക്തിയല്ല, ഒരു ആശയമാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്. അപ്പം അതിനെ ഇല്ലാതാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഈ പറയുന്ന ദേശീയ പാർട്ടിയായിട്ട് വികസിച്ചു വന്നു ആം ആദ്മി പാർട്ടി. ഇപ്പോൾ ദേശീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ്. അതായത് കോൺഗ്രസ് 3 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ഈ ആം ആദ്മി പാർട്ടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ BJP ആണ് ബാക്കി രാജ്യത്ത് എല്ലായിടത്തുള്ള പാർട്ടികൾ. ഈ ആം ആദ്മി പാർട്ടിയെ അതിൻ്റെ എന്താ പറയുക ഒരു ഫ്യൂച്ചർ കണ്ടുകൊണ്ട്, ഭാവി കണ്ടുകൊണ്ട് അനിഹിലേറ്റ് ചെയ്യേണ്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ സിംഗിൾ പാർട്ടി റിപ്പബ്ലിക് എന്ന് പറയുന്നതാണ് BJP-യുടെ അജണ്ട. ഒരു സംശയവും വേണ്ട. ഇന്ത്യയിൽ മൾട്ടി പാർട്ടി സിസ്റ്റം വേണമെന്ന് ആഗ്രഹിക്കാത്ത ഏക പാർട്ടിയാണ് BJP. സിംഗിൾ പാർട്ടി റിപ്പബ്ലിക്കായിട്ട് ഇന്ത്യയെ മാറ്റണം, BJP ആയിരിക്കണം ഏക ദേശീയ പാർട്ടി. അതുകൊണ്ടാണ് അവർ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള മുദ്രാവാക്യം വിട്ടത്. ആദ്യം തന്നെ പറഞ്ഞത് കോൺഗ്രസിനെ ഇല്ലാതാക്കുക. ഇനി അതിൻ്റെ സാധ്യതകളുള്ള പാർട്ടികളെ, ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടികൾ, ഇപ്പം പല പാർട്ടികളും ദേശീയ പാർട്ടികളായി വികസിക്കാൻ ശ്രമിച്ചു. തൃണമൂൽ കോൺഗ്രസ് ശ്രമിച്ചു, പരാജയപ്പെട്ടു. TRS അതിൻ്റെ പേര് മാറ്റി BRS എന്നാക്കി. എന്നിട്ട് മഹാരാഷ്ട്രയിലൊക്കെ ഒന്ന് വികസിക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഇവിടെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക പാർട്ടികളെ മാനേജ് ചെയ്യാൻ BJP-ക്ക് അറിയാം. അവരൊന്നുകിൽ അതിനെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ അതിനെ സ്വാളോ ചെയ്യും, അല്ലെങ്കിൽ അതവിടെ ഇങ്ങനെ നിലനിന്നു പോയാലും അതിനെ ത്രട്ടൺ ചെയ്തുകൊണ്ടിരിക്കും. ഈ രീതിയിൽ രാജ്യത്തെ വളർന്നു വരുന്ന പാർട്ടികളെ ഇല്ലാതാക്കിക്കൊണ്ടൊരു സിംഗിൾ പാർട്ടി റിപ്പബ്ലിക് ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് BJP-ക്കുള്ളത്. ഞാനിതിനെ ഒരു ചെറിയ കാര്യമായിട്ട് കാണുന്നില്ല. ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിടിച്ചിട്ടകത്തിടുക അല്ല ചെയ്യുന്നത്. വരാനിരിക്കുന്ന ഒരു വലിയ ത്രെട്ടിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് BJP-യുടെ ഒരു ഗ്രാൻഡ് പ്ലോട്ട് ഉണ്ട്. അത് BJP മാത്രം സിംഗിൾ പാർട്ടി റിപ്പബ്ലിക്കായി നിൽക്കുന്ന ഒരു ഇന്ത്യയാണ്. അവിടെ അവർ സാവധാനത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും, മറ്റ് സാധ്യതകളുള്ള പാർട്ടികളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഓരോ പ്രാദേശിക പാർട്ടികളെ വിഴുങ്ങും. 1996 ഇന്ത്യയിൽ പ്രാദേശിക പാർട്ടികൾ ചേർന്നൊരു ഗവൺമെൻറ് ഉണ്ടാക്കി. JDU പ്രാദേശിക പാർട്ടിയാണ്, TDP പ്രാദേശിക പാർട്ടിയാണ്, DMK പ്രാദേശിക പാർട്ടിയാണ്. ആ രീതിയിൽ 56% മേൽ വോട്ടാണ് പ്രാദേശിക പാർട്ടികൾക്ക് ഇന്നിപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിലുള്ളത്. അത് 2004 നമ്മൾ കണ്ടു, 2014 നമ്മൾ കണ്ടു, 2019 കണ്ടു. സോ ഈ പ്രാദേശിക പാർട്ടികൾ വളരാതിരിക്കുക. ഇനി വളരുകയാണെങ്കിൽ തന്നെ അവരുടെ ജോഗ്രഫിക്കകത്ത് മാത്രം നിൽക്കുക, അവരെ എപ്പോഴും ഭീഷണിയിലാക്കുക, ദേശീയ പാർട്ടികളായിട്ട് വികസിച്ചു വരുന്നവയെല്ലാം ഇല്ലായ്മ ചെയ്യുക, ഒരു സിംഗിൾ പാർട്ടി റിപ്പബ്ലിക് സ്ഥാപിക്കുക. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഇല്ലാതാക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതൊരു ചെറിയ ത്രെട്ടല്ല. ബഹുപാർട്ടി സംവിധാനമുള്ളിടത്തെ ജനാധിപത്യം വികസിക്കൂ. അപ്പോൾ മാത്രമാണ് പൗരാവകാശം ഉണ്ടാവുക, പൗരാവകാശം സംരക്ഷിക്കപ്പെടുക. അപ്പോഴാണ് നല്ല ജനാധിപത്യം പുലരുക. ഇല്ല എങ്കിൽ ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതുപോലെ, എടുത്തുകൊണ്ട് പോയതുപോലെ, നാളെ നമ്മുടെ പോക്കറ്റിൽ നിന്നും ഈ പൈസ എടുത്തുകൊണ്ട് പോകാൻ അധികം സമയമൊന്നും വേണ്ട. ഒരു ഡിക്റ്റേറ്ററായിരുന്നു കൊണ്ട് ഒരു സിംഗിൾ പാർട്ടി റിപ്പബ്ലിക്കിൽ നമ്മളെ എല്ലാവരെയും അച്ചടക്കത്തോടെ ജീവിക്കാൻ, ഞാൻ ആ അച്ചടക്കം എന്ന് പറയുന്നൊരു കോട്ടിലാണ് കേട്ടോ, അങ്ങനെ അച്ചടക്കത്തോടെ ജീവിക്കാൻ പറ്റുന്നൊരു സംവിധാനമാക്കി ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ മാറ്റാനുള്ള വലിയൊരു ഗ്രാൻഡ് പ്ലോട്ടിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അവിടെ ഇട്ടതുകൊണ്ട് 2 സീറ്റ് കുറയുന്നെങ്കിൽ പ്രശ്നമല്ലെന്നേ. മറ്റന്നാളത്തെ യുദ്ധം ഇന്ന് BJP ഫൈറ്റ് ചെയ്യുക. അതിനെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആശങ്കാകരമാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ സ്ഥിതി. Meet the editors.